ആധാർ സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അതായത് ആധാറിൽ നമ്മൾ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളും അത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളും എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ST ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആധാറിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടുമിക്കവാറും സേവനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കവാറും പദ്ധതികൾ, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെൻഷന്, ഈ പറഞ്ഞ പോലെ ബാങ്ക് സേവനങ്ങൾ, RTO സേവനങ്ങൾ തുടങ്ങി ഒട്ടനവധി സേവനങ്ങൾക്കെല്ലാം ഈ ആധാർ ഫോൺ നമ്പർ നിർബന്ധമാണ്. പക്ഷേ ഒട്ടുമിക്കവാറും ആളുകളുടെയും ഫോൺ നമ്പർ ഇപ്പോഴും ആധാറുമായിട്ട് ലിങ്ക് അല്ല. ഓരോ സർവീസിന് അവർ ചെല്ലുന്ന സമയത്താണ് ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നമ്മളത് ലിങ്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ കുറച്ച് ദിവസങ്ങളെടുക്കും. പക്ഷേ നമ്മൾ കിടങ്ങന്നൂരിലുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആധാറിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനായി കസ്റ്റമർ നേരിട്ട് വരണം. അതോടെ അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയോ ആധാറോ വേണം താനും. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ നമുക്ക് ഫോൺ നമ്പറുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഈ പറഞ്ഞ പോലെ അഡ്രസ് പ്രൂഫും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ 10 വർഷമായ ആധാർ പുതുക്കാനും അങ്ങനെയുള്ള സർവീസുകൾ നമ്മുടെ സെൻറ്ററിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഞാൻ നോക്കട്ടെ, അതിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അതെല്ലാവരും ഒന്ന് കാണുക. കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അംഗീകൃതമായി നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും CSCയുടെ സംസ്ഥാനതല ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അജന്ത സ്റ്റുഡിയോയുടെ മുകളിലായിട്ടാണ് ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാറിലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ആധാറും മറ്റു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് 5 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. അപ്പം 5 വയസ്സുള്ള മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ് ഈ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ സൗജന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കുട്ടിയുടെ ആധാർ അതിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആധാർ പ്രിൻ്റ് വരുമ്പോൾ മാത്രമേ നമുക്കതിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിലാണ് ഫ്രീ വരുന്നത്, അല്ലെങ്കിൽ ചെറിയ ചാർജസ് എന്തെങ്കിലും വരും. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്ത ആളുകൾ 5, 10, 15, 18 തുടങ്ങിയ വയസ്സുകളിലാണ് ആധാർ നിർബന്ധമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബയോമെട്രിക്കും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യാതെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ആധാറിൽ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആധാർ ചെക്ക് ചെയ്യുക. സംശയം തോന്നുന്ന ആധാറുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ള ഈ പറഞ്ഞ പോലെ കോമൺ സർവീസ് സെൻറ്ററിൻ്റെ ഒഫീഷ്യലായിട്ട് ആധാർ മാത്രം ചെയ്യുന്ന സേവനങ്ങളെ ആശ്രയിക്കുക, അത് കറക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.